പ്രൈസ് ദി ലോർഡ്. വെളിപാട് പുസ്തകത്തിൽ നിന്ന് ഉള്ള വായന, അധ്യായം 1, തിരുവചനങ്ങൾ 1 മുതൽ 3 വരെ. ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തുന്നതിനു വേണ്ടി ദൈവം യേശു ക്രിസ്തുവിന് നൽകിയ വെളിപാട്. അവൻ തൻ്റെ ദൂതനെ അയച്ച് ദാസനായ യോഹന്നാന് ഇത് വെളിപ്പെടുത്തി. അവൻ ദൈവവചനത്തിനും യേശു ക്രിസ്തുവിൻ്റെ വെളിപാടിനും താൻ കണ്ട സകലതിനും സാക്ഷ്യം നൽകി. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ. എന്നാൽ സമയം അടുത്തിരിക്കുന്നു. സ്നേഹമുള്ളവരെ, വെളിപാട് പുസ്തകം പഠിക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ ഈ പരമ്പരയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെളിപാട് പുസ്തകത്തിന് ആമുഖമായ ചില കാര്യങ്ങൾ കഴിഞ്ഞ 5 എപ്പിസോഡുകളിലായി അവതരിപ്പിച്ചു കഴിഞ്ഞു. വായിച്ചു മനസ്സിലാക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ളതും അതേസമയം ഏറ്റവും മനോഹരവുമായ ഒരു ബൈബിൾ ഗ്രന്ഥമാണ് വെളിപാട് പുസ്തകം എന്ന് നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ ഈ പുസ്തകത്തിൻ്റെ ആമുഖം പഠന വിഷയമാക്കുകയാണ്. ബൈബിൾ വായിച്ച് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ, പ്രത്യേകിച്ചും വെളിപാട് പുസ്തകം വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട 1-2 കാര്യങ്ങൾ ആദ്യമേ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഇത് ലോകാവസാനത്തെക്കുറിച്ച് കൃത്യമായി കണക്ക് കൂട്ടി മനസ്സിലാക്കാൻ പറ്റുന്ന തീയതികൾ ഒളിച്ചു വച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമല്ല. ചരിത്രത്തിൽ സംഭവിക്കാനിരിക്കുന്ന ഓരോ വസ്തുതകളും രഹസ്യാത്മകമായി വെളിപ്പെടുത്തുന്ന ഒരു നിഗൂഢ ഗ്രന്ഥവുമല്ല വെളിപാട് പുസ്തകം. ദൈവിക വെളിപാട് ദൈവം മനുഷ്യന് നൽകുന്ന രക്ഷയെ സംബന്ധിക്കുന്ന വെളിപാടാണ്. ആ വെളിപാട് ഉപയോഗിച്ചിരിക്കുന്ന ശൈലി അപ്പോക്കലിപ്റ്റിക് ഗ്രന്ഥങ്ങളുടേതാണെങ്കിലും ഇതിലൂടെ കൊണ്ടുവരുന്നത് ദൈവം ഈ ഭൂമിയിൽ നൽകുന്ന രക്ഷയെക്കുറിച്ചും ആ രക്ഷയുടെ പൂർത്തീകരണത്തെക്കുറിച്ചും ആ പൂർത്തീകരണത്തിന് വിഘാതമായി നിൽക്കുന്ന ശക്തികളെക്കുറിച്ചുമുള്ള വെളിപ്പെടുത്തലുകളാണ്. അതുകൊണ്ട് ലോകം എപ്പോൾ അവസാനിക്കും, ലോകാവസാനത്തിനുള്ള തീയതികൾ എങ്ങനെ കണക്ക് കൂട്ടിയെടുക്കാം എന്നത് അന്വേഷിച്ചു പോകുന്നവർക്ക് ഈ വെളിപാട് പുസ്തകത്തിൽ നിന്ന് കൃത്യമായ ഉത്തരം കിട്ടുകയില്ല. രണ്ടാമത്തെ കാര്യം, ഈ പുസ്തകത്തിൽ പറയുന്ന പല പ്രതീകങ്ങളും ബൈബിളിൻ്റെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ, പുറപ്പാട് പുസ്തകത്തിൽ, ജോയലിൻ്റെ പുസ്തകം, ഏശയ്യായുടെ പുസ്തകം, ജെറമിയ, സഖറിയ, ദാനിയേൽ എന്നീ പുസ്തകങ്ങളിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ കണ്ടിട്ടുള്ള പ്രതീകങ്ങളിലൂടെയാണ് ഇതവിടെ അവതരിപ്പിക്കുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന പ്രതീകങ്ങൾ, ഉപയോഗിക്കുന്ന ഭാഷ മനസ്സിലാക്കാൻ മറ്റ് ബൈബിൾ ഗ്രന്ഥങ്ങളുടെ സഹായം ആവശ്യമാണ്. അതുകൊണ്ട് ഇവിടെ ഏതെങ്കിലും ഒരു വാക്യം അല്ലെങ്കിൽ ഒരു വാചകം, ഒരു ഭാഗം എടുത്ത് വ്യാഖ്യാനിക്കുമ്പോൾ മുഖ്യമായും ഈ ഭാഗത്തിന് മറ്റു ബൈബിൾ ഭാഗങ്ങളുമായുള്ള ബന്ധം നമ്മൾ പരിഗണിക്കണം. അപ്പോൾ ബൈബിള് കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കുക എന്ന ഒരു തത്വമാണ് ഞാനിവിടെ അംഗീകരിക്കുന്നത്, ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ പഠിക്കുന്ന വിഷയം ഈ പുസ്തകത്തിൻ്റെ പൊതുവായ സാഹചര്യത്തിലും അതുപോലെ തന്നെ ഈ വിഷയം രക്ഷാചരിത്രത്തിൽ പൊതുവായി കാണുന്ന സാഹചര്യങ്ങളിലും എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ബൈബിളോട് തന്നെ വ്യാഖ്യാനിക്കുക, ബൈബിള് വാക്യങ്ങൾ അതിൻ്റെ സാഹചര്യങ്ങളിൽ, അതോടൊപ്പം ബൈബിളിൻ്റെ മൊത്തം ചിന്താരീതിയും മൊത്തം കാണുന്ന വെളിപാടുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കുക. ഈ ഒരു ശൈലിയായിരിക്കും നമ്മൾ ഈ ക്ലാസ്സുകളിൽ പ്രധാനമായും ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. പുസ്തകത്തിൻ്റെ ഘടന നമ്മൾ കണ്ടു കഴിഞ്ഞു. ആദ്യത്തെ അധ്യായം, 1-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ആമുഖമാണ് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചായിരുന്നു. ആ ആമുഖം തന്നെ 3 ഭാഗമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒരു പ്രാരംഭമായി 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, അതിനുശേഷം അഭിവാദനം 1-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, 7ഉം 8ഉം വാക്യങ്ങൾ ഒരു പ്രവാചക വചനമാണ്. ഇനി 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വിശദമായി അപഗ്രഥിക്കാനായിട്ട് ശ്രമിക്കാം. തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം യേശു ക്രിസ്തുവിന് നൽകിയ വെളിപാട്. മലയാള ഭാഷയിൽ വെളിപാട് എന്ന വാക്ക് അവസാനമായിട്ടാണ് ഈ വാക്യത്തിൽ വന്നിരിക്കുന്നത്. ഭാഷയുടെ പ്രത്യേകത കൊണ്ടാണ് അങ്ങനെ. അതേസമയം ഗ്രീക്ക് ഭാഷ ഒറിജിനലിലും ഇംഗ്ലീഷ് ഭാഷയിലുമൊക്കെ വെളിപാട് എന്ന വാക്കാണ് ആദ്യമേ വരിക. ദ റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, റെവലേഷൻ അഥവാ വെളിപാട്. അപ്പോൾ ഈ പുസ്തകം എന്താണ് എന്ന് ഗ്രന്ഥകാരൻ ആരംഭത്തിലെ നമുക്ക് പറഞ്ഞു തരികയാണ്. പുസ്തകത്തിൻ്റെ പേര് പോലെ തന്നെ ആണ് ഈ ആദ്യത്തെ വാക്ക്, വെളിപാട്.
അത് അപ്പോക്കലിപ്സിസ് എന്ന ഗ്രീക്ക് പദമാണ്. അപ്പോക്കലിപ്റ്റിക് ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതുമാണ്. ഇവിടെ ഒരു വെളിപാടാണ്. സാധാരണ ബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ മനസ്സിലാക്കാൻ സാധിക്കാത്തത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. രക്ഷയുമായി ബന്ധപ്പെട്ട സത്യം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. എങ്ങനെയാണ് ഈ വെളിപാട് സംഭവിക്കുന്നത്? എന്തിനെക്കുറിച്ചാണ് ഈ വെളിപാടുള്ളത്? ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെ എന്നാണ് പറയുക. സംഭവിക്കാനിരിക്കുന്നവ എന്ന തർജ്ജിമ അത്ര തന്നെ കൃത്യമല്ല. സംഭവിക്കേണ്ടവ. ഇവിടെ ഒരു അനിവാര്യത അഥവാ ഒരു നിർബന്ധം പോലെ തോന്നും. ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ വസിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അവന് ജെറൂസലത്തേക്ക് പോകേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു നിർബന്ധമാണ് ഇവിടെ കാണുക. ആസന്ന ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നു എന്നതിനേക്കാൾ കൂടുതൽ സംഭവിക്കേണ്ടവ എന്നാണ് അർത്ഥമാക്കുക. അപ്പോൾ ഉടനെ സംഭവിക്കാൻ പോകുന്നതാണ് ആസന്ന ഭാവി. എന്താണ് ഈ ആസന്ന ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത്? ദൈവം മനുഷ്യൻ നൽകുന്ന രക്ഷയാണ്. ഈ ആസന്ന ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നവയെക്കുറിച്ച് വെളിപാട് പുസ്തകത്തിൻ്റെ അവസാനത്തിൽ വീണ്ടും പരാമർശമുണ്ട്. 22-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയും, ഇതാ ഞാൻ വേഗം വരുന്നു. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചാണ് പറയുക. അപ്പോൾ ആസന്ന ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ്, മഹത്വത്തിലുള്ള മടങ്ങിവരവ്. 22-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ വീണ്ടും ഇത് ആവർത്തിക്കുന്നുണ്ട്, അതെ ഞാൻ വേഗം വരുന്നു. അപ്പോൾ വേഗം വരുന്നു എന്നുള്ള ആ ഒരു വാഗ്ദാനം ഇവിടെ സംഭവിക്കാനിരിക്കുന്നവയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ആരംഭത്തിലേ പറയുന്നത്. ആസന്ന ഭാവിയിൽ ഇപ്പോൾ അധികം അകലത്തല്ലാതെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. പക്ഷേ ആസന്ന ഭാവി എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ മേഖലയിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ സംബന്ധിച്ച് മനുഷ്യൻ്റെ 1000 വർഷങ്ങൾ ഒരു നിമിഷം പോലെ കടന്നു പോകുന്നൊരു ദിവസം പോലെയൊക്കെ ആവുന്നുള്ളൂ. അതുകൊണ്ട് എപ്പോഴാണ് ഈ ആസന്ന ഭാവി എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാനാവില്ല. ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞത് 2000 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോഴും ആ വരവ് പൂർണ്ണമായിട്ടില്ല. മഹത്വീകൃതനായ കർത്താവിൻ്റെ മടങ്ങിവരവ്, ലോകത്തിൻ്റെ അവസാനം അതിപ്പോഴും സംഭവിച്ചിട്ടില്ല. അതെപ്പോൾ സംഭവിക്കും എന്ന് കണക്ക് കൂട്ടി അറിയാനുള്ള മാർഗം നമുക്ക് തന്നിട്ടുമില്ല. പക്ഷേ സംഭവിക്കാൻ പോകുന്നവ, സംഭവിക്കേണ്ടവയാണ് ഇവിടെ പറയുന്നത്. ആസന്ന ഭാവിയിൽ സംഭവിക്കേണ്ടവ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം യേശു ക്രിസ്തുവിന് നൽകിയ വെളിപാട്. ഇപ്പോൾ വെളിപാടിൻ്റെ ഉറവിടം എവിടെയാണ്? വെളിപാടിൻ്റെ ചാലുകൾ എങ്ങനെയാണ് ഈ വെളിപ്പെടുത്തൽ നമുക്ക് കിട്ടുന്നത്? അതിനെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ ദൈവശാസ്ത്രപരമായ ഒരു വെളിപ്പെടുത്തലാണ് അവിടെ കിട്ടുന്നത്. വെളിപാടിൻ്റെ എല്ലാം ഉറവിടം, സോഴ്സ്, അത് ദൈവമാണ്. പിതാവായ ദൈവമാണ് വെളിപാടിൻ്റെ ഉറവിടം. ആ ദൈവത്തിൽ നിന്നുള്ള വെളിപാട് ലഭിക്കുന്നത് യേശു ക്രിസ്തുവിലൂടെയാണ്. യേശു ക്രിസ്തു വചനമാകുന്ന ദൈവമാണെന്ന് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. യോഹന്നാൻ സുവിശേഷത്തിൽ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് പറയുന്നുണ്ട്. 1-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ആദ്യം വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ദൈവം തന്നെ വചനമായി അവതരിക്കുക, ആ വചനമാണ് യേശു ക്രിസ്തു. അപ്പോൾ യേശു ക്രിസ്തുവിലൂടെയാണ് ഈ വെളിപ്പെടുത്തൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ദൈവം യേശു ക്രിസ്തുവിന് നൽകി, ആ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് വെളിപ്പെടുത്തൽ ലഭിക്കുന്നു. യേശു തന്നെ ദൈവത്തിൻ്റെ വെളിപാടാണ്, രക്ഷയുടെ വെളിപാട്. ഈ വെളിപാട് ആർക്കാണ് കിട്ടുന്നത്? ദാസന്മാർക്ക് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി. ശിഷ്യന്മാരെ ദാസന്മാരെന്നാണ് വിളിക്കുക. അടിമ എന്നാണ് അർത്ഥമെങ്കിലും ഇഷ്ടം പോലെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ല ഇവിടെ കാണുക. യേശു ക്രിസ്തുവിൻ്റെ ദാസൻ, അങ്ങനെയാണ് പൗലോസ് പറയുന്നത് സ്വയം. ശിഷ്യന്മാരെല്ലാവരും യേശുവിനെക്കുറിച്ചുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ദാസന്മാരെന്ന് പറയും. സിവിൽ സർവൻസ് എന്ന് പറയാറുണ്ട്. സമൂഹത്തിൻ്റെ ദാസന്മാരാണ്. അംബാസിഡേഴ്സും അതുപോലെ ഉദ്യോഗസ്ഥന്മാരുമെല്ലാം ഈ ദാസന്മാരെന്നാണ് കണക്കാക്കുക. അപ്പോൾ അപ്പസ്തോലന്മാരെ ദാസന്മാരെന്ന് വിളിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ദാസന്മാർ, രാജാവിൻ്റെ ദാസന്മാർ, രാജസേവകന്മാരാണ്. അപ്പോൾ നമ്മൾ സേവകൻ അല്ലെങ്കിൽ ദാസൻ എന്ന് പറയുമ്പോൾ യജമാനന് ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാവുന്ന ഒരു വസ്തുവായി കണക്കാക്കുകയല്ല. വലിയ ബഹുമാനമുള്ള ഒരു ടൈറ്റിലാണ് ഇത് ഒന്നുകൂടി ഓർക്കുക. യേശു ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്ന അപ്പസ്തോലനാണ് ഇവിടെ പറയുക. തൻ്റെ ദാസന്മാർക്ക്, അപ്പോൾ യേശുവിൻ്റെ ദാസന്മാരാണ് ശിഷ്യരെല്ലാവരും. മക്കൾ എന്നും ഈ പദത്തിന് അർത്ഥമുണ്ടാകാം. സംഭവിക്കാനിരിക്കുന്നവയെ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം യേശു ക്രിസ്തുവിന് നൽകിയ വെളിപാട്. അപ്പോൾ യേശുവിലൂടെ യേശുവിൻ്റെ അനുയായികൾക്ക്, യേശു വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാൻ പോകുന്ന വെളിപാടിനെക്കുറിച്ചാണ് ഈ പുസ്തകം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിന് വെളിപാട് പുസ്തകം എന്ന് പേര് കൊടുത്തിരിക്കുകയും ചെയ്യുന്നു. അവൻ തൻ്റെ ദൂതനെ അയച്ച് ദാസനായ യോഹന്നാന് ഇത് വെളിപ്പെടുത്തി. അപ്പോൾ ദാസന്മാരെന്ന് പറഞ്ഞു. ആ ദാസന്മാരൊരു പ്രത്യേക വ്യക്തിയെ എടുത്തു പറയുന്നു, യോഹന്നാൻ. ഈ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് യോഹന്നാൻ എന്നാണ് സ്വയം പരിചയപ്പെടുത്തുന്നത്. യേശുവിൻ്റെ ദാസനായ യോഹന്നാൻ. ആ ദാസനെ എവിടെ നിന്നാണ് കിട്ടുക? യേശുവിൻ്റെ ദൂതനിലൂടെ
അപ്പസ്തോലനായ യോഹന്നാന് ഈ വെളിപാട് ലഭിക്കുകയാണ്. അപ്പോൾ ഈ വെളിപാടിൻ്റെ വരവ് നോക്കൂ. പിതാവായ ദൈവമാണ് ഉറവിടം. പിതാവായ ദൈവം യേശു ക്രിസ്തുവിലൂടെ, അതൊരു ദൂതനിലൂടെ അപ്പസ്തോലന്മാർക്ക് നൽകുന്നു. ഈ യേശു ക്രിസ്തുവിൽ നിന്ന് ദൂതനിലൂടെ അപ്പസ്തോലന്മാർക്ക് ലഭിച്ച ആ വെളിപാടാണ് ഇന്ന് സഭയിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഗ്രന്ഥം തന്നെ എഴുതപ്പെടുന്ന അപ്പസ്തോലന് ലഭിച്ച വെളിപാടിൻ്റെ ഒരു ഫലമായിട്ടാണ്. തൻ്റെ ദൂതനെ അയച്ച് ദാസനായ യോഹന്നാന് ഇത് വെളിപ്പെടുത്തി. അവൻ ദൈവവചനത്തിനും യേശു ക്രിസ്തുവിൻ്റെ വെളിപാടിനും താൻ കണ്ട സകലതിനും സാക്ഷ്യം നൽകി. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ദൈവവചനമാണ്. ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തലാണ് വചനമെന്ന് പറയുക. വചനം സ്വയം വെളിപ്പെടുത്താൻ ഉപയോഗിക്കുന്ന മാധ്യമമാണ്. അത് വാക്കാകാം, പ്രവൃത്തിയാകാം, ആംഗ്യമാകാം, ചേഷ്ടയാവാം. പറയുന്ന വാക്ക് മാത്രമല്ല വചനം. സ്വയം പ്രകാശിപ്പിക്കാൻ, ഉള്ളിലുള്ളത് പുറമേ പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഏതു മാധ്യമവും വചനമാണ്. അപ്പോഴേ ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തലാണ് ബൈബിൾ മുഴുവനും ദൈവത്തിൻ്റെ വചനമെന്ന് പറയും. ആ വെളിപ്പെടുത്തലിൻ്റെ അവസാന ഘട്ടത്തിലാണ് വെളിപാട് പുസ്തകം. ആ വെളിപാട് പുസ്തകം ദൈവത്തിൻ്റെ വചനമായിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിനും യേശു ക്രിസ്തുവിൻ്റെ വെളിപാടിനും, യേശു ക്രിസ്തുവിൻ്റെ വെളിപാടെന്ന് പറയുമ്പോൾ രണ്ടർത്ഥമുണ്ടാകാം. യേശു തന്നെ ദൈവത്തിൻ്റെ വെളിപാടാണ്. യേശുവിൻ്റെ വ്യക്തിത്വം തന്നെ ദൈവത്തെ വെളിപ്പെടുത്തുന്നതാണ്. അതേസമയം യേശു പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങളും ദൈവത്തെ വെളിപ്പെടുത്തുന്നതാവും. അപ്പോൾ യേശുവിലൂടെ ലഭിച്ച ദൈവിക വെളിപാടിനും താൻ കണ്ട സകലതിനും സാക്ഷ്യം നൽകി. കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളാണ് യോഹന്നാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ പുസ്തകം വെളിപാടാണ്, ദൈവത്തിൻ്റെ വചനമാണ്. മൂന്നാമത്തേത് സാക്ഷ്യമാണ്. മർത്യൂരിയ എന്ന് പറയും, സാക്ഷ്യം നൽകുക. യേശു ക്രിസ്തു പിതാവിൻ്റെ സ്നേഹത്തിന് സാക്ഷ്യം നൽകി. യേശു ക്രിസ്തു നൽകിയ സാക്ഷ്യം സ്വീകരിച്ച അപ്പസ്തോലന്മാർ തങ്ങൾക്ക് ലഭിച്ച ഈ സത്യത്തിന്, തങ്ങൾക്ക് ലഭിച്ച രക്ഷയ്ക്ക് സാക്ഷ്യം നൽകി. യേശു അതിൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നത് ഇതിനു വേണ്ടിയായിരുന്നു. അപ്പസ്തോല പ്രവർത്തനം 1-ാമത്തെ അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധേയമായൊരു കാര്യം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ലോകാവസാനത്തെക്കുറിച്ചുള്ള അപ്പസ്തോലന്മാരുടെ തെറ്റായ ധാരണയെ തിരുത്തിക്കൊണ്ടാണ് ഈ വാക്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവനോട് ചോദിച്ചു, കർത്താവേ, അവിടുന്ന് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ച് നൽകുന്നത് ഇപ്പോഴാണോ? അവൻ പറഞ്ഞു, പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറൂസലമിലും യൂദയ മുഴുവനിലും സമറിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. അതാണ് അപ്പസ്തോല സമൂഹം, അപ്പസ്തോലന്മാരും അപ്പസ്തോല സമൂഹവും ക്രൈസ്തവ സമൂഹവും എന്നും ചെയ്യേണ്ടത്. യേശു ക്രിസ്തുവിനും അവൻ്റെ വെളിപാടിനും താൻ കണ്ട സകലതിനും സാക്ഷ്യം നൽകി. ഇപ്പോൾ അപ്പസ്തോലൻ്റെ സാക്ഷ്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം 35-ാമത്തെ വാക്യത്തിൽ ഈ സാക്ഷ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തി, അവൻ്റെ സാക്ഷ്യം സത്യമാണ്, നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. കണ്ടവർ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ യോഹന്നാൻ, കുരിശിൻ ചുവട്ടിൽ നിന്ന് യോഹന്നാൻ യേശുവിൻ്റെ മരണം കണ്ട് സാക്ഷ്യപ്പെടുത്തിയതുപോലെയാണ് ഇവിടെ വെളിപാട് പുസ്തകത്തിൻ്റെ കർത്താവായ യോഹന്നാൻ താൻ കണ്ടതെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് വെളിപാടാണ്, ദൈവവചനമാണ്, സാക്ഷ്യമാണ്. തന്നെയുമല്ല, മറ്റൊരു വാക്കുകൂടി ഈ പുസ്തകത്തെ വിശേഷിപ്പിക്കാനായിട്ട് ഗ്രന്ഥകാരൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവനും കേൾക്കുന്നവരും, ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ. അപ്പോഴിത് വെളിപാടാണ്, സാക്ഷ്യമാണ്, അതേസമയം പ്രവാചക വചനവുമാണ്. ഈ പ്രവചനം എന്ന് പറയുമ്പോൾ രണ്ടർത്ഥമുണ്ട്. ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെക്കുറിച്ച് മുൻകൂട്ടി അറിയിക്കുന്നവ ആണ് പ്രവചനത്തിൻ്റെ ഒരു ഭാഗം. നേരെ മറിച്ച് സംഭവിച്ച കാര്യത്തെക്കുറിച്ചും ഇനിയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നവയെക്കുറിച്ചും ആധികാരികമായി പ്രഘോഷിക്കുന്ന ദൈവത്തിൻ്റെ വചനവും പ്രവചനമാണ്. പ്രകർഷേണ വചിക്കുക എന്നാണല്ലോ പ്രവചനം എന്നതിൻ്റെ അർത്ഥം തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് പറയുന്നതാണ്, ദൈവത്തിൻ്റെ വചനം ഉദ്ഘോഷിക്കുന്നതാണ് പ്രവചനം. അപ്പോൾ ഇവിടെ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ മാത്രമല്ല, സംഭവിച്ചുകൊണ്ടിരിക്കുന്നവയെക്കുറിച്ചുള്ള വിവരണങ്ങളും വ്യാഖ്യാനങ്ങളും പ്രവചനത്തിൽപ്പെടുന്നു. അതുകൊണ്ട് ഈ പുസ്തകത്ത് മുഖ്യമായും 3 വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഇത് വെളിപാടാണ്, ഇത് സാക്ഷ്യമാണ്, ഇത് പ്രവചനമാണ്. ഈ പ്രവചനത്തിലെ വചനങ്ങൾ വായിക്കുന്നവനും കേൾക്കുന്നവരും, POC ബൈബിളിൽ വായിക്കുന്നവരും എന്നാണ് ബഹുവചനമാണ് കൊടുത്തിരിക്കുക. അത് ശരിയല്ല, വായിക്കുന്നവനും എന്നാണ് വേണ്ടത്. ഒരാൾ വായിക്കുന്നു, മറ്റുള്ളവരെല്ലാം കേൾക്കുന്നു. നമുക്കറിയാം, ആദിമ നൂറ്റാണ്ടിൽ എഴുത്തും വായനയും അറിയാവുന്ന ഒരു ചുരുക്കം പേരെ ഉണ്ടായിരുന്നുള്ളൂ.
ഇന്നത്തേതുപോലെ 100% സാക്ഷരതയുള്ള സമൂഹമായിരുന്നില്ല. അതുപോലെ തന്നെ ഗ്രന്ഥങ്ങൾ വളരെ വിരളമായിരുന്നു. കൈയെഴുത്ത് പ്രതികൾ ചുരുക്കമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഒരു ആൾ സമൂഹത്തിൽ വായിക്കുന്നു, ആ വായിക്കുന്നത് എല്ലാവരും കേൾക്കുന്നു. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ ഗ്രന്ഥം താമസിയാതെ കാണും പല സഭകളിൽ മാറി മാറി വായിക്കാൻ വേണ്ടി എഴുതപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരാൾ വായിക്കുന്നു, മറ്റുള്ളവർ കേൾക്കുന്നു. വായിക്കുന്നവനും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ. 3 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. ഒരാൾ വായിക്കുന്നു, എല്ലാവരും കേൾക്കുന്നു. പക്ഷെ വായിക്കുകയും കേൾക്കുകയും ചെയ്താൽ മാത്രം പോരാ. വായിക്കുന്നവ കേൾക്കുന്നവ പ്രാവർത്തികമാക്കണം. അത് അനുവർത്തിച്ച് ജീവിക്കണം, അതനുസരിച്ച് ജീവിക്കണം. വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ വചനം പാലിക്കുന്നവരാകണം എന്ന് യാക്കോബിൻ്റെ ലേഖനം ഓർമ്മിക്കുക. അപ്പോൾ വചനം വായിച്ച് കേട്ട് അനുസരിക്കണം. അങ്ങനെ അനുസരിക്കുന്നവർക്ക് നൽകുന്നത് അനുഗ്രഹീതർ. മക്കാരിയോസ് മക്കാരിയോയ് എന്നാണ് ഗ്രീക്ക് പദം. അനുഗ്രഹീതർ, ഭാഗ്യവാന്മാർ എന്ന് നമ്മളിതിനെ വിശേഷിപ്പിക്കാം. സുവിശേഷ ഭാഗ്യങ്ങൾ എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ടല്ലോ ബൈബിളിൽ. ലൂക്കായുടെ സുവിശേഷത്തിൽ 4 സുവിശേഷ ഭാഗ്യങ്ങൾ 6-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങളിൽ. മത്തായി സുവിശേഷത്തിൽ സുവിശേഷ ഭാഗ്യങ്ങൾ 8 or 9 തർക്ക വിഷയമാണ്. അഷ്ടഭാഗ്യങ്ങൾ എന്ന് പറയും. അതിന് സമാന്തരമായി ഇവിടെ ഒരു സുവിശേഷ ഭാഗ്യങ്ങൾക്ക് സമാന്തരമായി വെളിപാട് പുസ്തകത്തിലെ 7 ഭാഗ്യങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന വാക്കുകളുണ്ട്. അനുഗ്രഹീതർ എന്ന വാക്ക് 7 തവണ വെളിപാട് പുസ്തകത്തിൽ ആവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ അവസ്ഥ എത്രയോ സന്തോഷപ്രദം, എത്രയോ അനുഗ്രഹീതം. ഇതാണ് ഭാഗ്യവാന്മാർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവത്തിൻ്റെ കൃപ പ്രത്യേകമായി സ്വീകരിച്ചവർ, ദൈവത്തിൻ്റെ സ്നേഹത്തിന് പാത്രീഭൂതരായവർ, ആ സ്നേഹത്തിൽ വസിക്കാനായിട്ട് വിളിക്കപ്പെട്ടവർ, ആ വിളി സ്വീകരിച്ചവർ, ഇവരെയാണ് അനുഗ്രഹീതർ എന്ന് പറയുന്നത്. ഈ വചനം കേൾക്കണം, പാലിക്കണം, അതനുസരിച്ച് ജീവിക്കണം. എങ്കിലേ ഈ ഗ്രന്ഥത്തിൽ പറയാൻ പോകുന്ന ഭാഗ്യങ്ങൾ, ദൈവിക സ്നേഹം, ദൈവിക ജീവൻ, എന്നേക്കുമുള്ള ദൈവജീവൻ നമുക്ക് ലഭ്യമാകൂ. എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രാരംഭം അവസാനിക്കുന്നത്. എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു. സമയം എന്ന് വിശേഷിപ്പിക്കുന്നത് കൈറോസ് എന്ന ഗ്രീക്ക് പദമാണ്. ഗ്രീക്കിൽ 2 പദങ്ങൾ ഉപയോഗിക്കാറുണ്ട് സമയത്തെ സൂചിപ്പിക്കാൻ. ഒന്ന് ക്രോണോസ്, 2 കൈറോസ്. ക്രോണോസ് എന്ന് പറഞ്ഞാൽ ക്രോണോളജിക്കൽ നമ്മൾ പറയും, ഒന്നിനു പുറകെ ഒന്നായി സംഭവിക്കുന്ന സമയം. നമ്മൾ ഓരോ ദിവസവും ഓരോ സമയവും ഉപയോഗിക്കുന്നതിന് ക്രോണോസ് എന്ന പദമാണ് ഉപയോഗിക്കുക. ക്രോണിക്കൽ, ക്രോണോളജിക്കൽ എന്നൊക്കെ പറയും. അത് ഒന്നിനു പിറകെ ഒരു നിമിഷത്തിന് പകരം ഒന്നായി വരുന്ന ആ സമയമാണ് ക്രോണോസ്, സമയം. രണ്ടാമത്തേത് കൈറോസ് എന്നാണ്. ആ കൈറോസ് എന്ന പദത്തിന് പ്രത്യേകമായ അർത്ഥമുണ്ട്. ദൈവം മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക്, ചരിത്രത്തിലേക്ക് കടന്നു വരുന്ന നിർണായകമായ മുഹൂർത്തമാണ് കൈറോസ്. രക്ഷയുടെ സമയം എന്ന് പറയും. അപ്പോൾ സമയം അടുത്തിരിക്കുന്നു. ഇനി യോഹന്നാൻ്റെ സുവിശേഷത്തിലും വെളിപാട് പുസ്തകത്തിലും സമയം എന്ന പദത്തിന് 2 വ്യത്യസ്തമായ അർത്ഥമാണുള്ളത്. യോഹന്നാൻ്റെ പുസ്തകത്തിൽ പറയും അവൻ്റെ സമയം ഇനിയും ആയിരുന്നില്ല. പലതവണ അവനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു, കല്ലെറിയാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അപ്പോഴൊന്നും സംഭവിച്ചില്ല. കാരണം അവൻ്റെ സമയം ഇനിയും ആയിരുന്നില്ല. ഇനിയും ആയിരുന്നില്ല എന്ന് പറയുന്ന സമയം 13-ാമത്തെ അധ്യായമാകുമ്പോഴേക്കും യോഹന്നാൻ സുവിശേഷത്തിൽ കാണും, പിതാവേ അവിടുത്തെ പുത്രനെ സമയമായി, ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകേണ്ട സമയമായി എന്ന് അവൻ്റെ സഹാത്തിൽ നാൾ മുമ്പേ അറിഞ്ഞു. യോഹന്നാൻ സുവിശേഷം 13-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. സമയമായില്ല എന്ന് പറയുന്നതും സമയമായി എന്ന് പറയുന്നതും അത് യേശുവിൻ്റെ പീഡാനുഭവവും മരണവും ഉത്ഥാനവും വഴിയുണ്ടാകുന്ന മഹത്വീകരണത്തിൻ്റെ സമയമാണ്. അപ്പോഴേ യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ സമയം, പീഡാനുഭവം വഴിയാണ് മരണവും മഹത്വീകരണവും സംഭവിക്കുന്നത്. അപ്പോൾ ആ സമയമാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്ന സമയം. പക്ഷേ ഇവിടെ വെളിപാട് പുസ്തകത്തിൽ സമയം കൈറോസ് എന്ന് ഉപയോഗിക്കുന്നത് മറ്റൊരർത്ഥത്തോടു കൂടിയാണ്. ഇവിടെ 2-ാമത്തെ വരവ്, എല്ലാം പൂർത്തിയാകുന്ന, ലോകം അവസാനിക്കുന്നു, ലോകത്തിൻ്റെ ചരിത്രം അവസാനിക്കുന്നു, ചരിത്രം അതിൻ്റെ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നു, ദൈവം മനുഷ്യരോടൊന്നിച്ച് വസിക്കുന്നു, ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സംജാതമാകുന്നു. ഈ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുന്ന ആ അവസരത്തെയാണ് സമയം എന്ന് പറയുക. സമയം അടുത്തെത്തിയിരിക്കുന്നു. നമ്മൾ ഓർക്കണം, ഈ പുസ്തകം എഴുതപ്പെടുന്നത് മതപീഡനത്തിനിരയായ ക്രിസ്ത്യാനികൾക്ക്, വിശ്വാസികൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നതിന് വേണ്ടിയാണ്. ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ മതപീഡനത്താലും മനം തകർന്ന് കർത്താവ് മടങ്ങി വരുമെന്ന പ്രതീക്ഷ ഇനിയും പൂർത്തിയാകാത്തതിൻ്റെ പേരിൽ ദുഃഖിതരായി, നിരാശരായി സഭ തന്നെ വിട്ടുപോകുന്ന, യേശുവിനെ തന്നെ തള്ളിപ്പറയാൻ പ്രലോഭിതരാകുന്ന ഒരു സമൂഹത്തിന് പ്രത്യാശയും ധൈര്യവും നൽകാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. സമയം അടുത്തെത്തിയിരിക്കുന്നു. കുറച്ച് സമയം കൂടി പിടിച്ചു നിൽക്കുക, ഇതാ രക്ഷയുടെ സമയം, ഇതാ
ദൈവം സ്വയം വെളിപ്പെടുത്തുന്ന, ഈ ഭൂമിയെ മുഴുവൻ നവീകരിക്കുന്ന, തിന്മയ്ക്ക് അറുതി വരുത്തുന്ന സമയം അടുത്തെത്തിയിരിക്കുന്നു. ഈ ആശയമാണ് അവസാനത്തിലും കൊണ്ടുവരിക. ഇതാ ഞാൻ വേഗം വരുന്നു, ഇതാ വേഗം വരുന്നു എന്ന ആ ഒരു വാഗ്ദാനം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനായിട്ടുള്ള പ്രേരണയാണ്. ഇത് ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ 1-ാം നൂറ്റാണ്ടിലെ പീഡനങ്ങളേറ്റ ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, ഇന്നും എന്നും എല്ലാവർക്കും പ്രസക്തമാണ്. ഇതാ ഞാൻ വേഗം വരുന്നു. ലോകാവസാനം ഉടനെ ഉണ്ടായില്ലെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും ഒരു അവസാനം ഉണ്ടാകും. ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ ഒരു അവസാനം. ആ അവസാനമാണ് യേശുവിനെ പൂർണ്ണമായി നമ്മൾ കണ്ടുമുട്ടുക. അപ്പോൾ എന്നെ സ്വീകരിക്കാനായി, പിതാവിൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിക്കാനായി കർത്താവ് വേഗം വരും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് എന്നെ മുന്നോട്ട് നയിക്കേണ്ടത്. ഏത് പ്രലോഭനങ്ങളിലും വീണുപോകാതെ, ഏത് പീഡനങ്ങളിലും മനം തകരാതെ ഉറച്ചു നിൽക്കാനായിട്ട് നമുക്ക് ശക്തി നൽകുന്നത്, പ്രത്യാശ നൽകുന്നത് ഈ വാക്കാണ്. അതേ, സമയം അടുത്തെത്തിയിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ വെളിച്ചത്തിൽ ഇന്ന് ഒരുപാട് ആളുകൾ ലോകം അവസാനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന പ്രചാരണങ്ങളുണ്ട്. യഹോവ സാക്ഷികൾ എന്നറിയപ്പെടുന്നൊരു വിഭാഗമാണ് ആദ്യമായിട്ട് ഇപ്രകാരം ലോകാവസാനത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞത്. കഴിഞ്ഞ നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് പല തവണയായി മാറ്റി വെച്ചതാണ് ലോകാവസാനത്തിൻ്റെ തീയതി. ആരോ പറയുന്നത് 2012 ലോകം അവസാനിക്കാൻ പോകുന്നുവെന്ന്. ഞാൻ 1959 സെമിനാരിയിൽ ചേർന്നത്. അപ്പം അന്ന് എൻ്റെ അപ്പനോട് പറഞ്ഞാൽ, മോനെ നീ ഇപ്പോൾ പോകണ്ട, കാരണം ലോകം 1961 അവസാനിക്കും, അതിനുശേഷം അങ്ങനെയാണെങ്കിൽ പിന്നെ നീ അവിടെ ആയിരിക്കും, ഞങ്ങൾ ഇവിടെ ആയിരിക്കും, അവസാനിക്കുകയാണ് എല്ലാവർക്കും കൂടി ഒരുമിച്ച് അവസാനിക്കാമല്ലോ. അപ്പം ഞാൻ ചാച്ചനോട് പറഞ്ഞു, എവിടെ അവസാനിച്ചാലും ഒരുപോലെയല്ലേ, ദൈവത്തിൻ്റെ കരങ്ങളിലാണല്ലോ നമ്മൾ. അപ്പോൾ ലോകാവസാനത്തെക്കുറിച്ച് നമുക്കൊന്നും അറിയാൻ പാടില്ല, അതുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ വിടുക. അപ്പോൾ ഞാൻ 59 സെമിനാരിയിൽ ചേർന്നു, 68 വൈദികനായി. വർഷങ്ങൾ കുറേ കഴിഞ്ഞു പോയി, പക്ഷേ ലോകം ഇനിയും അവസാനിച്ചിട്ടില്ല. അപ്പോൾ അടുത്ത കാലത്ത് 2012 ലോകം അവസാനിക്കാൻ പോകുന്നു പറയുന്നു. ഒരുപാട് കാരണങ്ങളും അതിനുള്ള തെളിവുകളും ഒക്കെ എടുത്തു പറയുന്നുമുണ്ട്. പക്ഷേ ഇതൊന്നും യാഥാർത്ഥ്യമായിട്ടില്ല എന്ന് ഓർക്കുക. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോകം എപ്പോൾ അവസാനിക്കും എന്ന് തമ്പുരാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അപ്പസ്വല പ്രവർത്തനങ്ങൾ ഞാൻ അത് വായിച്ച് കേൾപ്പിക്കുകയുണ്ടായി. ലോകാവസാനത്തെക്കുറിച്ചുള്ള ചിന്തകളല്ല നമുക്ക് പ്രധാനം. എപ്പോഴവസാനിച്ചാലും നമ്മൾ ഒരുങ്ങിയിരിക്കണം. എൻ്റെ ലോകം എൻ്റെ മരണത്തോടു കൂടി അവസാനിക്കും. എൻ്റെ ലോകം അവസാനിക്കുമ്പോൾ ഞാൻ ഒരു പുതിയ ലോകത്തിലേക്ക് പ്രവേശിക്കും. അതുകൊണ്ട് എപ്പോഴാണ് കർത്താവ് എന്നെ സ്വീകരിക്കാൻ വരുന്നതെന്ന് എനിക്കറിയില്ലാത്തതുകൊണ്ട് ഏത് സമയവും ഞാൻ ഒരുങ്ങിയിരിക്കണം. സമയം അടുത്തെത്തിയിരിക്കുന്നു. ഓരോ വ്യക്തിയും ഒരുങ്ങിയിരിക്കുക, മടങ്ങി വരുന്ന കർത്താവിനെ സ്വീകരിക്കാനായി. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിചിന്തനങ്ങൾ അവസാനിപ്പിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, പീഡനങ്ങളുടെ മധ്യത്തിൽ മനം തകരാതെ, പ്രലോഭനങ്ങളിൽപ്പെട്ട് വഴിതെറ്റാതെ അങ്ങയുടെ ആഗമനത്തിനു വേണ്ടി കാത്തിരിക്കാൻ വെളിപാട് പുസ്തകത്തിലൂടെ അവിടെ ഞങ്ങളെ ആഹ്വാനം ചെയ്യുന്നുവല്ലോ. കർത്താവെ, പരിപൂർണ്ണ വിശ്വസ്തയോടെ അങ്ങയെ പിന്തുടരാൻ, അങ്ങയുടെ വചനം ശ്രവിക്കാൻ, കേൾക്കുക മാത്രം ചെയ്യാതെ ആ വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ ക്ലേശങ്ങളിലും, എല്ലാ ദുഃഖങ്ങളിലും, ദുരിതങ്ങളിലും അവിടുത്തെ വചനം ഞങ്ങൾക്ക് പ്രത്യാശ നൽകട്ടെ, ശക്തി പകരട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.